അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അന്ന് അതാ അറബി വീട്ടിൽ ഉസ്താദ് വാഹനങ്ങൾ കഴുകിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അറബി അങ്ങോട്ട് വരുന്നു. ഷഫീഖ്, കൈഫ് ഹാലക്? സെയിൻ, അൽഹംദുലില്ലാ, ഉസ്താദ് പറയുന്നു. ഷഫീഖിന് നാട്ടിലെ ലൈസൻസ് ഉണ്ടോ? ആ ഉണ്ട്. ഗുഡ്. ഏതൊക്കെ? 2, 4 എല്ലാം ഉണ്ട്. ഓക്കെ, ഇവിടുത്തെ ലൈസൻസ് എടുക്കണം. ലൈസൻസ് ഇവിടുത്തെ? ആ, അതിന് വേണ്ടിയിട്ട് പഠിക്കുവാൻ വേണ്ടി പോകണം. ഇവിടെ നിങ്ങളുടെ നാട്ടിലെ പോലെയല്ല, കുറച്ചധികം സ്ട്രിക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യമായിട്ട് ഇപ്പോൾ തന്നെ പഠിക്കാൻ വരണം. അതുകൊണ്ട് എൻ്റെ കൂടെ പോന്നോളൂ. അറബി അതാ പെട്ടെന്ന് ഡ്രസ്സ് മാറി അർബാവിൻ്റെ വാഹനത്തിൽ കയറുന്നു. അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുവാൻ ഉസ്താദിന് അദബുകേടായി തോന്നിയപ്പോൾ ബാക്കിൽ കയറുമ്പോൾ അതാ അദ്ദേഹം പറയുന്നു, യാ ഷഫീഖ്, കമോൺ. ഫ്രണ്ടിലെ വാതിൽ തുറന്നുകൊണ്ട് അതാ അറബി പറയുന്നു. നേരെ ഡ്രൈവിംഗ് സ്കൂളിലേക്കാണ് കൊണ്ടുപോയത്. പഠിച്ചോനെ, എല്ലാം നീ എളുപ്പമാക്കി തരണേ അല്ല. അറബി അതാ പെട്ടെന്ന് ഷഫി ഉസ്താദിനോട് അവിടെ പോയി പേര് ചേർക്കുവാൻ വേണ്ടി ആവശ്യപ്പെടുമ്പോൾ ശരിക്കും ഷഫി ഉസ്താദിന് തെല്ല് ഭയം തോന്നി. അപ്പോൾ തന്നെ അറബി നേരെ ഓഫീസിലേക്ക് കടന്ന് അതാ അവൻ്റെ പേരും ഡീറ്റെയിൽസുമെല്ലാം കൊടുക്കുന്നു. അപ്പോൾ തന്നെ അവിടെ അതാ വാഹനം പരിശീലകൻ ഉസ്താദിനെ ക്ഷണിക്കുന്നു. ഉസ്താദിന് തെല്ല് പരിഭ്രമം ഉണ്ടായിരുന്നു. എങ്കിലും ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് അതാ ഉസ്താദ് വാഹനത്തിൽ കയറിയിരുന്നു. തികച്ചും വ്യത്യസ്തമായ രീതിയിലുള്ള ആ ഒരു സ്റ്റെയറിംഗ് പൊസിഷൻ. സാധാരണ രീതിയിൽ നമ്മുടെ നാട്ടിലൊക്കെ വലതു ഭാഗത്താണെങ്കിൽ ഇത് ഇടതു ഭാഗത്തായിട്ടാണ്. ഇൻ്റർനാഷണൽ ലൈസൻസാണ് ഞാൻ എടുക്കുവാൻ വേണ്ടി പോകുന്നത്. ഇതെടുത്താൽ എല്ലാ രാജ്യത്തിലെയും എനിക്ക് ഓടിക്കാം. ഉസ്താദ് ആത്മവിശ്വാസത്തോടു കൂടി അതാ പിന്നെ നാട്ടിൽ നിന്ന് ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചതുകൊണ്ട് വലിയൊരു വ്യത്യാസമൊന്നും തോന്നിയില്ല. പക്ഷേ ടെസ്റ്റ് അത് പാസ്സാവാനാണ് കുറച്ച് പണിയെന്ന് പരിശീലകൻ തന്നെ പറഞ്ഞു. നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ എല്ലാം സിമ്പിളായിട്ട്. പക്ഷേ എല്ലാ രീതിയിലും ഇവിടെ ചെക്ക് ചെയ്യും. നാട്ടിലെ പോലെയൊന്നല്ല. അവനെ ഡ്രൈവിംഗ് സ്കൂളിൽ കൊണ്ടുവിട്ടിട്ട് അറബി പോയിരുന്നു. ഏകദേശം 2 മണിക്കൂറോളം പരിശീലകൻ അതാ പരിശീലിപ്പിക്കുന്നു. പ്രത്യേകമായി അറബി അത് പറയുകയും ചെയ്തിരുന്നു. പരിശീലിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഉസ്താദിന് മൊത്തത്തിൽ ഒരു ആത്മവിശ്വാസം തോന്നുകയാണ്. എങ്ങനെയുണ്ട്? മാഷാ അല്ലാഹ്, കുഴപ്പമൊന്നുമില്ല. അത് 1-2 ദിവസം കൊണ്ട് വന്നാൽ നല്ല രീതിയിൽ ക്ലിയർ ആവും കേട്ടോ. ഓക്കെ, പെട്ടെന്ന് തന്നെ വിചാരിച്ചതിനേക്കാളും സെറ്റായിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ലൈസൻസിലുള്ള എല്ലാ കാര്യങ്ങളും സെറ്റാക്കണം എന്നായിരുന്നു അറബിയുടെ നിർദ്ദേശം. അതുകൊണ്ട് തന്നെ 2 മണിക്കൂർ നല്ല രീതിയിൽ പഠിപ്പിച്ചു. വിശേഷങ്ങളെല്ലാം ഉമ്മയോട് വിളിച്ചു പറയണം, എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയോടും. കുറച്ചു കഴിഞ്ഞപ്പോൾ അറബി അതാ തിരഞ്ഞു വരുന്നു. അറബിയുടെ വാഹനം കണ്ടപ്പോൾ തന്നെ ഷഫീഖ് ഉസ്താദിന് സമാധാനമായി. അർബാവ് വരുന്നുണ്ട്. ഷഫീഖ്, എങ്ങനെയുണ്ട്? റാഹത്തായോ? അൽഹംദുലില്ലാ, കുഴപ്പമില്ല. ഇൻഷാ അല്ലാഹ് ഒക്കെ സെറ്റാവും. പെട്ടെന്ന് തന്നെ അറബി അതാ വാഹനത്തിൽ കയറുവാൻ വേണ്ടി ആവശ്യപ്പെടുന്നതോടൊപ്പം ഷഫീഖിനോട് ചോദിക്കുന്നു, വിശക്കുന്നില്ലേ? ഫുഡ് എന്തെങ്കിലും? നോ താങ്ക്സ്, അത് വീട്ടിലുണ്ടാവുമല്ലോ. അല്ല, ഇവിടുന്ന് എന്തെങ്കിലും? അങ്ങനെ അതാ അറബി അപ്പോൾ തന്നെ ഒരു കൂൾ ഡ്രിങ്ക്സും ഒരു സ്നാക്സും അതാ ഉസ്താദിന് വാങ്ങിക്കൊടുക്കുന്നു. സന്തോഷത്തോടു കൂടി അത് അദ്ദേഹം കഴിക്കുന്നു. റൂമിലെത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ പതിവ് പോലെ ഫിലിപ്പൈൻസ് യുവതി വരുന്നു. ഉസ്താദ് അതാ വാതിൽ തുറക്കുന്നു. അസ്സലാമു അലൈക്കും, നക്കാൻഡാന അങ്ക് പാങ്കനി ഷഫീഖ്. ഒരു നിമിഷം ഉസ്താദ് ഞെട്ടിപ്പോയി. സോറി ഷഫീഖ്, ഫുഡ് ഈസ് റെഡി. അറിയാതെ ഫിലിപ്പൈൻസ് പെണ്ണിൻ്റെ വായിൽ നിന്ന് വന്ന ആ ഒരു ഭാഷ കേട്ട് ഒരു നിമിഷം ഉസ്താദ് ഞെട്ടിപ്പോയി. പഠിച്ചോനെ, എന്തൊക്കെയാണിത്? പെട്ടെന്നാണ് ഫിലിപ്പൈൻസ് യുവതി അത് പറഞ്ഞത്. ഫുഡ് റെഡി എന്ന് പറഞ്ഞതാണെന്ന്. ഇംഗ്ലീഷ് ആണെങ്കിൽ എങ്ങനെയൊക്കെയെങ്കിലും ഒപ്പിക്കാം. പക്ഷേ ഫിലിപ്പൈൻസ് ഭാഷ, അത് അല്പം കട്ടിയുള്ളതായിട്ടാണ് ഉസ്താദിന് തോന്നിയത്. പിന്നെ ഇടപഴകലിലൂടെയൊക്കെ അങ്ങ് ശരിയായിരിക്കും. ഏതു ഭാഷയും പഠിച്ചെടുക്കാലോ. അന്ന് ഉസ്താദിന് മനസ്സിനുള്ളിൽ വല്ലാത്തൊരു സന്തോഷമാണ് തോന്നിയത്. അല്ലാ,
ഇന്ന് കുഴപ്പമില്ലാത്ത ദിവസമാണ്. ഇന്ന് ഞാൻ ഡ്രൈവിംഗ് സ്കൂളിൽ പോയി ഡ്രൈവിംഗ് പഠിച്ചു. പിന്നെ കാര്യങ്ങളൊക്കെ മാഷാ അല്ലാ കുഴപ്പമില്ലാതെ. അറബിയൊന്നും ഇന്ന് അത്ര സ്ട്രോങ് അല്ലായിരുന്നു. ഇന്നലെ കണ്ടപ്പോൾ ശരിക്കും പേടിയായിരുന്നു. ഇന്ന് അല്പം സോഫ്റ്റായ പോലെ. സന്തോഷത്തോടെ അന്ന് എൻ്റെ ഉമ്മക്ക് വിളിക്കണം. അന്ന് ഫുഡ് കഴിച്ച് അതാ നേരെ റൂമിലേക്ക് പോയ ഉസ്താദ് ഉമ്മയുടെ ഫോണിലേക്ക്, അല്ലെങ്കിൽ വേണ്ട ഇന്ന് സീനത്തിന് വിളിക്കാം ഫസ്റ്റ്. സീനത്തിന് ഉമ്മക്കോ? ഒരുപക്ഷെ സീനത്ത് എടുക്കുക പോലുമില്ല. എന്തായാലും വേണ്ടില്ല, ഉമ്മാക്ക് വിളിക്കാം. അങ്ങനെ അതാ ഉസ്താദ് സന്തോഷത്തോടു കൂടി ഉമ്മാക്ക് വിളിക്കുന്നു. ഉമ്മയുടെ ഫോൺ ബെല്ലടിക്കുന്നു. ഹലോ ഉമ്മ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. മോനെ, ഞാൻ കാത്തിരിക്കുകയായിരുന്നു മോൻ്റെ ഫോണ് വരുന്നതും. ഉമ്മാൻ്റെ കുട്ടിക്ക് റാഹത്തല്ലേ, സുഖല്ലേ? അൽഹംദുലില്ലാ ഉമ്മ, റാഹത്താണ്. പിന്നെ മോനെ, എന്തൊക്കെയാണ് പിന്നെ വിശേഷങ്ങൾ? ഉമ്മ, ഇന്ന് അറബി എന്നെ ഡ്രൈവിംഗ് സ്കൂളിൽ കൊണ്ടുപോയിട്ട് അവിടുത്തെ ഡ്രൈവിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ. മോനെ, മാഷാ അല്ലാ, പൊന്നു മോനെ, പേടിയാണ് അവിടുത്തെ ഡ്രൈവിംഗ് എന്നൊക്കെ പറയുമ്പോൾ. ഉമ്മ, മരണം എന്ന് പറഞ്ഞാൽ അതെവിടെ നിന്നും ഉണ്ടാവില്ലേ, അതുകൊണ്ടൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല മോനെ. എന്നിട്ട് മനസ്സിലായ ആ ഉമ്മ? ഏറെക്കുറെ ഇനി 2-3 ക്ലാസ് കിട്ടി കഴിഞ്ഞാൽ ഓക്കെ ആവും. ടെസ്റ്റാണ് ഉമ്മ, പ്രാർത്ഥിക്കണം കേട്ടോ മോനെ. തീർച്ചയായും ഉമ്മാൻ്റെ കുട്ടി ഒരിക്കലും തോൽക്കൂല, ഉമ്മാൻ്റെ കുട്ടി വിജയിക്കുകയുള്ളൂ. ആ ഉമ്മയുടെ വാക്കുകൾ ഉസ്താദിനെ വീണ്ടും കൂടുതൽ ഊർജം പകർന്നു. മോനെ, ഉമ്മാൻ്റെ കുട്ടി സീനത്തിനൊന്ന് വിളിച്ചാളി ട്ടാ. ഓളെ ഫോണിൽ തന്നെ വിളിച്ചാളി. ഇനിയിപ്പോൾ ഇന്ത്യയിൽ വിളിച്ച് കൊടുത്തു എന്നുള്ള പരാതി വേണ്ട കേട്ടോ. ഉമ്മാൻ്റെ കുട്ടി റാഹത്താൻ വേണ്ടി ദുആ ചെയ്യുക. അല്ല മോനെ, എൻ്റെ കുട്ടിക്ക് ഭക്ഷണമൊക്കെ കിട്ടാറുണ്ടോ? ആ ഉമ്മ, ഇവിടെ ഒരു ഫിലിപ്പീൻസ് പെണ്ണുണ്ട്. ആ പെണ്ണ് എല്ലാ ഐറ്റംസ് ഫുഡും ഉണ്ടാക്കും. കേരള ഫുഡും അറബിക് ഫുഡും ഫിലിപ്പൈൻസ് ഫുഡും എല്ലാം ഉണ്ടാക്കും. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി തരും. നല്ല സ്നേഹനിധിയായ ഒരു ഇത്താത്തിയാണ്. ആ മോനെ, ശ്രദ്ധിക്കണം കേട്ടോ. ഉമ്മ, ഒരു ഇത്താത്തിയുടെ സ്നേഹത്തോടെയാണ് അവരെന്നോട് പെരുമാറുന്നത്. ഒരു ഇത്താത്ത എങ്ങനെയാണ് എൻ്റെ ഒരു അനിയനെ പോലെയാണ് ഉമ്മ കാണുന്നത്. ആയിക്കോട്ടെ മോനെ, എന്തൊക്കെ തന്നെയാലും പഠിച്ചോൻ കാക്കട്ടെ. ഉമ്മാൻ്റെ കുട്ടി സീനത്തിനൊന്ന് വിളിച്ചാലിട്ടാ. ആ ഉമ്മ, എന്നാൽ ശരി. അങ്ങനെ അതാ ഉസ്താദ് ഫോൺ കട്ട് ചെയ്ത് നേരെ തൻ്റെ ഭാര്യയ്ക്ക് വിളിക്കുന്നു. ഭാര്യയുടെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട്. സീനത്ത് നോക്കി, മൂപ്പരാണ്, എടുക്കണോ അല്ലെങ്കിൽ ഇവിടെ കിടക്കട്ടെ, അറിയാത്ത പോലെ കിടക്കാം. വീണ്ടും ബെല്ലടിക്കുന്നു. ഇത് വല്ല ശല്യമായി പോയല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഹലോ, ആ സീനത്തെ മോളെ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എന്തായിരുന്നു പണി? ഫോൺ എടുക്കുന്നില്ല. അഥവാ പെട്ടെന്ന് ഇപ്പോൾ എത്തിക്കയ്യോ? എനിക്ക് ഒരുപാട് അസൈൻമെൻറ്റ്സും കാര്യങ്ങളും അതൊക്കെ എഴുതാനുണ്ടായിരുന്നു. ഓ അങ്ങനെ. പിന്നെ ഓൺലൈനായിട്ട് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആകുമ്പോഴേ നിങ്ങൾ ഇടയ്ക്കിടയ്ക്കുള്ളൊരു വിളി വരുമ്പോഴേ എനിക്കത് ഭയങ്കര ഡിസ്റ്റർബൻസാണ്. അതുകൊണ്ട് അതിന് ഞാൻ വിളിച്ചില്ലല്ലോ, ഞാൻ ഇന്നലെ വിളിച്ചതല്ലേ. ഇപ്പോൾ നിനക്കെന്താ ഇപ്പോൾ ക്ലാസ് ഉണ്ടോ? ഇല്ല, ക്ലാസ് ഞാൻ ചിലപ്പോൾ റെക്കോർഡ് ക്ലാസ് കേൾക്കുമ്പോഴൊക്കെ എനിക്ക് കഴിയുന്നത് എങ്ങനെയെങ്കിലൊക്കെ ഒറ്റയ്ക്ക് തനിച്ചിരുന്ന് ചെയ്യുന്നതാണല്ലോ എനിക്കിഷ്ടം. ഈ ഫോൺ കോളൊക്കെ വരുമ്പോൾ ഫ്ലൈറ്റ് മോഡിൽ ഇടാനും പറ്റില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണല്ലോ. അതെന്താ, ഫ്ലൈറ്റ് മോഡിലിട്ടും ക്ലാസ് കേൾക്കാമല്ലോ. അല്ല, എനിക്ക് പിന്നെ അത്യാവശ്യം കോൾ വരുമ്പോൾ എടുക്കാതിരിക്കാനും പറ്റൂല. അല്ല, എന്തൊക്കെയുണ്ട്, എങ്ങനെയുണ്ട് ക്ലാസ്? എങ്ങനെ പോകുന്നുണ്ട്? കുഴപ്പമില്ല, അങ്ങനെ പോകുന്നുണ്ട്. അല്ല പിന്നെന്താ, ജോലിയൊക്കെ സെറ്റായില്ലേ? ക്യാഷ് കിട്ടാറായോ? എന്താ പെണ്ണ് നീ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നു? 1 മാസം പോലും കംപ്ലീറ്റ് ആകാതെ, വേണ്ട 15 ദിവസമെങ്കിലും കംപ്ലീറ്റ് ആയതിനു ശേഷമല്ലേ നമ്മൾക്ക് ചോദിക്കുന്നത്? ശരിയല്ല. നമുക്ക് വേണ്ടി അവർ തരുമ്പോൾ വാങ്ങലല്ല, നമ്മൾ ചോദിക്കുന്ന ഒരിക്കലും ശരിയല്ല. അതൊരു അറബി വീടാണ്, വലിയൊരു അറബിയുടെ വീട്ടിലാണ് എനിക്ക് താമസം സെറ്റായിട്ടുള്ളത്. അതുമാത്രമല്ല, ഇവിടുത്തെ ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട് അറബി എന്നെ ഇന്നൊരു സ്കൂളിൽ ജോയിൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു 3-4 ദിവസം കഴിഞ്ഞാൽ ടെസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നീ പ്രാർത്ഥിക്കണം കേട്ടോ, ടെസ്റ്റിലൊക്കെ പാസ്സാൻ വേണ്ടിയിട്ട്. ഞാൻ പ്രാർത്ഥിച്ചാലൊന്നും നിങ്ങൾക്ക് ഉത്തരം കിട്ടൂല. അതെന്താ? അല്ലേ, നിങ്ങൾ വേഗം അറബിനോട് കുറച്ച് ക്യാഷ് വെച്ച് നോക്കി. എന്തിപ്പോൾ ഇത്ര അർജൻറ്റ് ക്യാഷിന്? അത്യാവശ്യമുള്ള ക്യാഷ് ഞാൻ നിൻ്റെ കയ്യിലും ഉമ്മാൻ്റെ കയ്യിലും തന്നിരുന്നല്ലോ. പിന്നെന്താ? അല്ലിക്ക, എന്നാലും എനിക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടാവും. നിങ്ങളെ കുറച്ച് ക്യാഷ് അറബിയോട് ചോദിച്ചിട്ട് അയച്ചു തരാൻ പറയും. എന്താ പെണ്ണേ ഇത്? നമുക്ക് എന്തിത് അന്യ നാടാണ്. ഞാൻ ഇവിടെ വന്നിട്ട് എനിക്ക് കാര്യമായിട്ട് ജോലി പോലും സെറ്റായിട്ടില്ല. പിന്നെന്താ, ഇതുവരെ എന്തായിരുന്നു പണി?
ഞാനിവിടുത്തെ വാഹനങ്ങൾ കഴുകുക, ക്ലീനിങ്, തുടക്കൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ ഒന്നും ചെയ്യുന്നില്ല. അതായത് ഇന്ന് എന്നെ രാവിലെ അറബി കൊണ്ടുപോയിട്ട് ഇവിടെ കൊണ്ടുവന്ന് വിട്ടു. പിന്നെ ഇവിടെ ഒരു ഫിലിപ്പൈൻസ് പെണ്ണുണ്ട്, അവൾ എന്നെ ഫുഡിന് വന്ന് വിളിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് പോയിട്ട്, ഓഹോ അപ്പോൾ ഫിലിപ്പൈൻസ് പെണ്ണുങ്ങളൊക്കെ ഉണ്ടല്ലേ, തിരക്കിടില്ല, നിങ്ങളെ ജീവിതം അവിടെ സെറ്റായിരിക്കുമല്ലോ. ദേ സീനത്ത്, അനാവശ്യമായിട്ട് നീ ഒന്നും പറയരുത്. ഞാൻ അങ്ങനെ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ട് പോലുമില്ല. ഒരു ഇത്താത്തയെ പോലെ, ഒരു അനിയനെ പോലെ, അത് മാത്രം ഫുഡിന് ടൈം ആകുമ്പോൾ മാത്രം ജസ്റ്റ് 1-2 ദിവസം ഇനി ശീലമായ ഞാൻ തനിയെ പോകുമല്ലോ, അതുകൊണ്ട് തന്നെ താൽക്കാലികമായിട്ട് ഒന്ന് വിളിച്ചൊന്ന് കരുതിയിട്ട് ഞാൻ നിന്നോടെല്ലാം തുറന്നു പറഞ്ഞത് മാത്രം. നടക്കട്ടെ നിങ്ങളുടെ ഓരോ കാര്യങ്ങൾ. സീനത്തെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ തെറ്റിദ്ധരിക്കണമെന്നില്ല, എനിക്ക് ആ സ്വഭാവമില്ലല്ലോ. പിന്നെ ഇപ്പം എന്തിനാ തെറ്റിദ്ധരിക്കേണ്ടത് ആവശ്യം? പിന്നെ എനിക്ക് ഫീസ് കൊടുക്കാനുണ്ട്. ഞാൻ ജോയിനായിട്ട് ഫീസ് ഇതുവരെ കൊടുത്തിട്ടില്ല. അപ്പം നിൻ്റെ കയ്യിൽ തന്നിരുന്നില്ലേ കുറച്ച് ക്യാഷ്, അതങ്ങ് കൊടുത്തുവിട്. അത് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ അർജൻറ്റ് വരുമ്പോഴേ അത് തൊടാൻ പറ്റില്ല. അങ്ങനെയൊന്നുമില്ല, നീ അങ്ങ് കൊടുത്തേക്കത്, അപ്പോഴേക്കും അടുത്തത് ഞാൻ അയച്ചു തരാം. സീനത്ത് വീണ്ടും ക്യാഷിന് വേണ്ടി ആവശ്യപ്പെടുകയാണ്. അല്ലിക്ക, പിന്നെ എൻ്റെ ഫോണാകെ പൊളിഞ്ഞു പോയിട്ടോ, ആൻഡ്രോയിഡ്. എനിക്ക് ഐഫോൺ എന്ന് കിട്ടുക. നിങ്ങൾ അറബിയോടൊന്ന് കാര്യങ്ങൾ പറയൂ, വീട്ടിലത്തെ കാര്യങ്ങൾ ബുദ്ധിമുട്ടൊക്കെ. അപ്പം അറബി എന്തായാലും സെറ്റാക്കി തരും. എന്താ ഇക്ക ഇങ്ങനെ? ഞാൻ ഈ പഴയ ഫോണും വെച്ചു, ഒന്നുമില്ലെങ്കിൽ ഞാനൊരു ഗൾഫുകാരൻ്റെ ഭാര്യയല്ലേ. സീനത്തെ, അത് പറയാനൊന്നും ആയിട്ടില്ലടി. പിന്നെന്താ, ഞാൻ എൻ്റെ ഫ്രണ്ട്സുകളോടൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അവർ പറഞ്ഞു, നിനക്കിനി അടിപൊളി ജീവിതമായിരിക്കുമല്ലേ, ആഗ്രഹിച്ചതൊക്കെ വാങ്ങാലല്ലേ. ഞാൻ പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഇക്ക, ഒരിക്കലും എൻ്റെ ഫ്രണ്ട്സുകളുടെ മുമ്പിൽ എന്നെ നാണം കെടുത്തരുത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് എനിക്ക് ആവശ്യമുള്ളതൊക്കെ, ഞാൻ പറഞ്ഞതൊക്കെ എനിക്ക് വേണം. എന്ത് വേണ്ടത്? എനിക്ക് അത്യാവശ്യമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, നല്ലൊരു ഐഫോൺ വേണം. അതുപോലെ തന്നെ എനിക്ക് എനിക്ക് 2 വീലർ വേണം, അതിന് ലൈസൻസ് എടുക്കണം. അങ്ങനത്തെ കാര്യങ്ങൾ അത്യാവശ്യമായിട്ട് ഒക്കെ ഉണ്ട്. പിന്നെ എൻ്റെ പഠനം കംപ്ലീറ്റ് ചെയ്യണം, ഒരു കോഴ്സ് എടുക്കണം, അങ്ങനെയൊക്കെയാണ് ആഗ്രഹം. അതിനൊക്കെ എന്തൊക്കെ തന്നെ അത്യാവശ്യം ക്യാഷ് വരും. സീനത്തെ പെണ്ണെ, നീ ഒന്ന് സബൂറാക്. നിനക്കുള്ളതെല്ലാം ഞാൻ ഇക്ക വാങ്ങിത്തരും. നീ സബൂറാകും മോളെ. നീ ഉമ്മയെ സന്തോഷത്തോടു കൂടി ജീവിക്കട്ടോ. ഇക്കയുടെ സമാധാനം അതൊക്കെയാണ്. നിനക്ക് എന്ത് വേണമെങ്കിലും ഞാൻ തരാം ഇക്ക. പിന്നെ ഞങ്ങളൊക്കെ ഇവിടെ ഹാപ്പി ആയിട്ട് തന്നെയാണ് കഴിയുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ. ഞാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന്. അതെന്താ പെണ്ണെ, എനിക്ക് ഫ്രീ ആകുമ്പോഴല്ലേ എനിക്ക് വിളിക്കണം തോന്നുമ്പോൾ വിളിക്കാൻ. എന്താ എൻ്റെ ഭാര്യയല്ലേ നീയെ? അതൊക്കെ തന്നെയാണ്. പക്ഷേ ചിലപ്പോൾ ക്ലാസ്സിലൊക്കെ ആകുന്ന സമയത്ത് അത് ശരിക്കൊരു ഡിസ്റ്റർബ് ആയിരിക്കും. അതുകൊണ്ട് ഇക്ക നിങ്ങൾ വിഷമിക്കല്ലേ, നിങ്ങൾക്കുള്ള ടൈം ഞാൻ തരാം. അതായത് ഒരിക്കലും നഷ്ടം വരില്ല. എന്തൊക്കെ തന്നെയായാലും ഇക്ക, നിങ്ങൾ എങ്ങനെയെങ്കിലൊക്കെ അവിടെ പിടിച്ച് നിൽക്കി, എന്നിട്ട് ക്യാഷുകാരനായിട്ട് നിങ്ങൾ വരണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത്. എന്നാൽ വരുന്നതിന് മുമ്പായിട്ട് എനിക്ക് കുറച്ച് ആഗ്രഹങ്ങളുണ്ട്. എൻ്റെ ആഗ്രഹങ്ങളൊക്കെ നിങ്ങളങ്ങ് പൂർത്തീകരിച്ച് തരണം. എന്താ, പറ്റൂലേ? സ്നേഹത്തോടെ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ആ ഒരു വാക്കുകൾ കേട്ട ഉസ്താദിനെ അത് കൂടുതൽ സന്തോഷം പകർന്നു. ശരിയാണ്, എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ എന്തു ചെയ്യും. സീനത്തെ, എന്തേക്ക? പിന്നെ നിനക്ക് വേണ്ടിയിട്ടും ഉമ്മാക്ക് വേണ്ടിയിട്ടും ഞാൻ എന്ത് ചെയ്യാനും തയ്യാറാണ്. ഇക്ക, ഉമ്മാക്ക് വേണ്ടിയിട്ട് അത് ഫസ്റ്റ് ഞാനാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഗൾഫിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ നിങ്ങൾ പ്രചോദനം നൽകിയത്. അപ്പോൾ എന്തൊക്കെ തന്നെയായാലും നിങ്ങൾ കൂടുതലായിട്ട് എൻ്റെ കാര്യങ്ങൾ, ആഗ്രഹങ്ങൾ ആദ്യം സാധിപ്പിച്ച് തന്നിട്ട് ഉമ്മയുടേത് ആക്കിയാൽ മതി. അതെന്തടി, ഉമ്മ എന്നെ പ്രസവിച്ച് പോറ്റി വളർത്തി ഉണ്ടാക്കിയതല്ലേ. അതൊക്കെ ആയിരിക്കാം. 10 മാസം ചുമന്ന കഥകൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. എപ്പോഴും ഒരു പറച്ചിലാണ് 10 മാസം ചുമന്നത്. എന്താ ചുമന്നുകൊണ്ട് നടക്കുകയാണോ? അതെ, ഭാര്യയ്ക്കും ഉമ്മാക്കൊക്കെ ഒരേ സ്ഥാനം തന്നെ നൽകണം. അല്ലാതെ ആദ്യം ഉമ്മാക്ക് പിന്നെ ഭാര്യയ്ക്ക്, അങ്ങനെയൊന്നുമില്ല. 2 പേരും ജീവിതത്തിൽ വേണ്ടപ്പെട്ടവർ തന്നെയാണ്. സീനത്തിൻ്റെ ആ ഒരു വാക്കുകൾക്ക് മുമ്പിൽ ഉസ്താദിനെ കാര്യമായിട്ടൊന്നും പറയാനുണ്ടായിരുന്നില്ല. സീനത്തെ, നിങ്ങൾ നല്ല രീതിയിൽ ജീവിക്കുക. ഇൻഷാ അല്ലാഹ് ആഗ്രഹങ്ങളൊക്കെ ഞാൻ സാധിപ്പിച്ചു തരും. ആയിക്കോട്ടെ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാൻ നിൽക്കണ്ട കേട്ടോ. ഞാൻ പറയുന്നതനുസരിച്ചൊക്കെ വിളിച്ചാൽ മതി. പിന്നെ ക്യാഷിൻ്റെ കാര്യം മറക്കല്ലേ. ഇക്ക, ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. എന്ത് കാര്യം? നിങ്ങൾ ആരോടെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തിട്ട് കുറച്ച് ക്യാഷ് അയക്കേ. അല്ലാതെ ഇപ്പോൾ എന്താ, അത്യാവശ്യം നിൻ്റെ കയ്യിൽ ഞാൻ തന്നതല്ലേ. അതൊക്കെ എപ്പോൾ? അതൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ?
നിങ്ങൾ എവിടെ നിന്നെങ്കിലും കുറച്ച് ക്യാഷ് അയക്കേ. ആദ്യം ആരോടെങ്കിലും തിരുമറി ചെയ്തിട്ടിന് പിന്നെ പണിയെടുത്ത് വീട്ടിയാൽ പോരെ. സീനത്തെ ഞാൻ നോക്കട്ടെ എന്താ ചെയ്യാന്ന് എങ്ങനെങ്കിലൊക്കെ. അപ്പോഴാണ് ഉസ്താദിന് അത് ഓർമ്മ വന്നത്. തന്നെ ഫുഡിന് വേണ്ടി ക്ഷണിക്കുന്ന ഫിലിപ്പൈൻസ് പെണ്ണ്. ആ പെണ്ണിനോട് ഒന്ന് ചോദിച്ച ഒരു പക്ഷേ കുറച്ച് ക്യാഷെങ്കിലും കിട്ടാതിരിക്കില്ല. അങ്ങനെ അതാ ഉസ്താദ് വിചാരിക്കുന്നു എങ്ങനെയെങ്കിലും അത് വാങ്ങിയിട്ട് നാട്ടിലേക്ക് അയച്ചു കൊടുക്കണം എന്നുള്ളത്. പക്ഷേ ചെറിയ രീതിയിലുള്ള സംഖ്യയൊന്നും തൻ്റെ ഭാര്യയ്ക്ക് പറ്റില്ല എന്നറിയുന്നത് കൊണ്ട് തന്നെ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ക്യാഷ് വാങ്ങേണ്ടി വരും എന്ന് അതാ ഉസ്താദ് വിചാരിക്കുന്നു. അങ്ങനെ അതാ ആ ഒരു വിഷയം ഫിലിപ്പൈൻസ് യുവതിയോട് പറയുവാൻ വേണ്ടി ഉസ്താദ് ഒരുങ്ങുന്നു. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.